ക്ക് മൂന്നാറിൽ കാട്ടാന ഓടിക്കൊണ്ടിരിക്കുന്ന കാർ ചവിട്ടിമറിച്ചു. വിദേശ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ഇന്നോവ കാറാണ് പാഞ്ഞെത്തിയ കാട്ടാന ചവിട്ടിമറിച്ചത്. കാർ റോഡിൽ തലകീഴായി മറിഞ്ഞു. വിനോദസഞ്ചാരികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. RRT സംഘമെത്തി കാട്ടാനയെ തുരത്തി. ജെയിനസ് രാജുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ജെയിൻ, അപകടകരമായ സ്ഥിതി എന്ന് നമ്മളിങ്ങനെ ഓരോ ദിവസവും ആവർത്തിച്ച് പറയുകയും ചിലർക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള കാട്ടാന ആക്രമണം ഉണ്ടായത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് രതീഷ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്നാറിൽ ഇത്തരത്തിൽ കാട്ടാനാക്രമണം പടയപ്പയുടെ ഭാഗത്തുനിന്നാണെങ്കിലും മറ്റ് ഒറ്റക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനകളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഞാൻ നിൽക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് ആ വാഹനം ആക്രമിക്കപ്പെട്ടത്. ആ വാഹനവും അതിലെ യാത്രക്കാരെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഡ്രൈവറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഭാഗത്ത് ഈ വഴി നമുക്ക് നോക്കിയാൽ കാണാം, അത് ആ കാടിന്റെ ഉള്ളിൽ നിന്ന് ഗ്രാൻഡീസ് ഒക്കെ നിൽക്കുന്ന ഒരു കാടാണ്. ആ കാടിന്റെ അകത്തുനിന്ന് ആന ഓടി വരികയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഓടി വന്നതിന് ശേഷം വാഹനം ഇവിടെ വെച്ച് തന്നെ രാജുവാണ് വിവരങ്ങൾ നൽകുന്നത്. രതീഷ, ഒരുപക്ഷെ അതീവ ഗൗരവതരമായ, അതീവ ഭീതിതമായ, നമ്മൾ സാധാരണ ഒരു കാട്ടാന ആക്രമണം എന്നതിനപ്പുറത്തേക്ക് ഗൗരവമുള്ള ഒരു സംഭവമാണ്. ജയൻ അതാണ് പറഞ്ഞത്. കാട്ടിൽ നിന്ന് പെട്ടെന്ന് ഓടിയെത്തിയ ആന ആ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഡ്രൈവർ അദ്ദേഹം ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്തു, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഒന്ന് കേട്ടുവരാം നമുക്ക്. മൂന്നാറിൽ നിന്ന് വരികയായിരുന്നു, തേക്കടിയിലേക്ക് പോകുമായിരുന്നു. അവിടുന്ന് വരുന്ന സമയത്തിന് ആന പടയിൽ നിന്ന് മേളിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഡയറക്റ്റ് ഇടിക്കുമായിരുന്നു. കാര്യം ഞാൻ വെട്ടി മാറിയ സമയത്തിന് അതിന് മുമ്പായിട്ട് വന്നിട്ട് ഫസ്റ്റ് വന്ന് കുത്തിയിട്ട് ചവിട്ടി മറിച്ചു വണ്ടി. ഓടി വരുമായിരുന്നു. ഒരിടത്തുമില്ല, ഭയങ്കര സ്പീഡിലാണ് വന്ന സാധനം. ഭയങ്കര സ്പീഡിൽ വന്നിട്ടാണ് കുത്തുന്നത്. തിരിച്ച് താഴേക്ക് പോയി ഒരു പശുവിനെ എന്തോ ചവിട്ടിക്കൊന്നൊക്കെ പറയുന്നുണ്ട്. വണ്ടിയിൽ യാത്രക്കാരുണ്ട്, 4 പേരുണ്ടായിരുന്നു. ഫോറിനേഴ്സാണ്. അവർക്ക് ചെറുതായിട്ടുള്ള കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. ചെറുതായിട്ടുള്ള മുറിവുകളുണ്ട്. അങ്ങനെ അവർ പോയെന്ന് പറയാം. ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നല്ല, അല്ലെങ്കിൽ തീർത്തനെ. രതീഷ്, അത് മൂന്നാർ തേക്കടി റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൂറിസത്തെ കൂടി ബാധിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ സാധാരണ നാട്ടുകാരെയാണെങ്കിൽ ഇപ്പോൾ വിദേശ യാത്രക്കാരൊക്കെ ഒരു ഭയപ്പാടോടുകൂടി വരേണ്ട ഒരു സാഹചര്യം. എന്തായാലും ജെയിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജെയിനെ, ഇതൊരു നാട്ടുകാർക്കറിയാൻ പടയപ്പയും മറ്റു കാര്യങ്ങളും ഒക്കെ, വിദേശ ടൂറിസ്റ്റുകൾ വരെ വരുമ്പോഴാണ് ഇങ്ങനെ പാഞ്ഞു വന്ന ആന ആക്രമിക്കുന്ന ഒരു സാഹചര്യം. ഇതിനു മുമ്പ് ഇത്തരം രീതിയിലൊരു ആക്രമണമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടോ? മാർഷൽ, ഈ സാധാരണ ഈ കാട്ടാന ആക്രമണം നടക്കുന്നത് നമ്മൾ മൂന്നാറിൻ്റെ അപ്പുറത്തെ സൈഡ്, അതായത് മാട്ടുപ്പെട്ടി, അതോടൊപ്പം തന്നെ മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന ആ പാതകളിലാണ് രാത്രി കാലങ്ങളിൽ പടയപ്പ അടക്കമുള്ള ആനകൾ ഇറങ്ങി ചിലപ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പാത പൊതുവെ സുരക്ഷിതമാണ്. ഇടയ്ക്ക് നമുക്കറിയാം, അരിക്കൊമ്പനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചിന്നക്കനാൽ, ആനയിറങ്കൽ ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗത്ത് കാര്യമായ പ്രശ്നങ്ങളില്ലാത്ത ഒരു മേഖലയാണ്. ഇടയ്ക്ക് പടയപ്പ വരാറുണ്ട്. മറ്റ് ആനകളുടെ ഭാഗത്തുനിന്ന് ഇതിലെ സാന്നിധ്യമുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇന്ന് ഒരു പിടിയാനയാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. സാധാരണ ഇവിടെ കൊമ്പന്മാരാണ് ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കാറ്. പക്ഷേ ഇന്ന് ഇവിടെ പ്രകോപിതയായി ഓടിയെത്തിയത് ഒരു പിടിയാനയാണ്. ആ പിടിയാനയാണ് ഈ വാഹനം ചവിട്ടി മറിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ ആന താഴത്തേക്ക് പോയി എന്നുള്ളതാണ്. ആ പിടിയാന താഴത്തേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോക്ക്ഹാട്ട് ഭാഗത്ത് 6 ആനകൾ അടങ്ങുന്ന ഒരു കൂട്ടമുണ്ട് എന്ന് പറയുന്നു. എന്തായാലും RRT സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ജനവാസ മേഖലയിൽ നിന്ന് ആനയെ ഓടിക്കുക എന്നുള്ള ഒരു ദൗത്യമായിരിക്കും അവർ ഏറ്റെടുക്കുന്നത്. ചൂട് കൂടിയതോടുകൂടി തന്നെ പൊതുവെ കാട്ടാന ശല്യം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലയുടെ ആ മേഖലയിലൊക്കെ കാട്ടാനകളുടെ ശല്യം കൂടുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് തന്നെ നിൽക്കുക. വ്യക്തിപരമായി നമുക്കേറെ നഷ്ടമാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്.